ലൈവിൽ നടന്ന സംഭവ വികാസങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. ക്യാപ്റ്റൻസി നോമിനേഷൻസ് അവസാനിച്ചു. കഴിഞ്ഞ തവണത്തെ സീക്രട്ട് ബാലറ്റില് ജിൻഡോ നേടിയതിനേക്കാൾ ഒരു വോട്ട് കൂടുതൽ നേടി ടാസ്കിലേക്ക് നോമിനേറ്റ് ആയത് ശ്രീതു ആണ്. അത് കഴിഞ്ഞ് 7 വോട്ടുകളുമായിട്ട് നന്ദന, 6 വോട്ടുകളുമായിട്ട് ജിൻഡോ. ഇവർ ഈ 3 പേരുമാണ് ക്യാപ്റ്റൻസിയിലേക്ക് സെലക്ട് ആയിരിക്കുന്നത്. ഫിസിക്കൽ ടാസ്ക് ആണെങ്കിൽ ജിൻഡോ തൂക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അതവിടെ നിൽക്കട്ടെ, അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഇത് കഴിഞ്ഞ് ജാൻമണി ചെവി അടിച്ചു പോകുന്ന ഒരു മാലപ്പടക്കത്തിന് തിരി കൊളുത്തുന്നുണ്ട്. ശരിക്കും അങ്ങനെ തന്നെ പറയാം. നമ്പർ എന്ന വാക്ക് ഉപയോഗിക്കരുത് എന്നൊരു ഹാർട്ട്ഫുൾ റിക്വസ്റ്റ് ജാൻമണി മുന്നോട്ട് വന്നതെന്ന് ഉന്നയിച്ചു. നമ്പർ എന്ന വാക്കിന് എന്താണ് പ്രശ്നം എന്നത് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അത് പ്രശ്നമാക്കാം വേണമെങ്കിൽ, പക്ഷെ അത് പറഞ്ഞ ആളുടെ പേരും പിന്നെ കോണ്ടെക്സ്റ്റും അത് പറയാനുണ്ടായ സാഹചര്യം കോണ്ടെക്സ്റ്റ് അത് കറക്റ്റായിട്ട് വെളിപ്പെടുത്തണം. അല്ലാതെ നമ്പർ എന്ന വാക്ക് തനിക്കെതിരെ ഉപയോഗിച്ചത് തെറ്റാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അവിടെ കമ്മ്യൂണിറ്റി കാർഡ് ഇറക്കിയിട്ടും ഒരു കാര്യവുമില്ല. പ്രശ്നം എന്താണ് എന്നുള്ളതിന് ക്ലാരിറ്റി വരുത്താത്തിടത്തോളം അവിടെ ഒരു ബ്ലെയിം ഗെയിം നടക്കും. ഞാനാണ്, അവനാണ്, മറ്റവനാണ്, എന്നെ നോക്കി, ഇത് എന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു ബ്ലെയിം ഗെയിം അവിടെ നടക്കും. അത് തന്നെയാണ് സംഭവിച്ചത് ഇവിടെയും. ആ വാക്ക് ഉപയോഗിച്ചത് ഹേർട്ടായി എന്നല്ലാതെ പേരും അത് പറയാനുണ്ടായ സാഹചര്യവും ഒന്നും ജാൻമണി വെളിപ്പെടുത്തുന്നില്ല. അപ്പൊ നോറ ഉടനെ എന്നെ നോക്കിയാണ് ജാൻ ചേച്ചി ഇത് പറഞ്ഞത്, ഞാൻ എന്താണ് ചെയ്തതെന്ന് പറയണം, അത് പറഞ്ഞിട്ട് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞ് നോറയുടെ കാലവില ബഹളം. എന്നിട്ട് എല്ലാരും ആളാം പ്രതി ഇട്ട് വെറുപ്പിക്കുന്നുണ്ട് ഈ ബ്ലെയിം ഗെയിം കളിച്ച്. വഴിയോടെ പോയ വള്ളി പിടിക്കില്ല എന്നൊക്കെ പറഞ്ഞ് സിബിൻ ഇതിന്റെ ഇടയ്ക്ക് കയറുന്നുണ്ട്. ഇത് എന്നെ ഉദ്ദേശിച്ചാണ് എന്ന് പറഞ്ഞ് ജാസ്മിൻ. അപ്പൊ സിബിൻ ആകെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് സോഫയിൽ ഇരിക്കുന്നുണ്ട്. എന്നിട്ട് കൈവച്ച് മുഖത്ത് ഇങ്ങനെ ഒരു തല്ലുന്ന പോലെ എന്തോ ഒരു ആക്ഷനും കാണിക്കുന്നുണ്ട്. അപ്പൊ ജാസ്മിൻ മറ്റേ മിഡിൽ ഫിംഗർ കാർഡ് ഇറക്കുന്നുണ്ട്. സിബിൻ മിഡിൽ ഫിംഗർ കാണിച്ചു എന്നുള്ള രീതിയിലൊക്കെ ജാസ്മിൻ പറയുന്നുണ്ട്. ഒരു ചുക്കും കാണിച്ചിട്ടില്ല. മുഖത്ത് അതേപോലെ കൈവച്ചൊരു അടിക്കുന്ന പോലെ ഒക്കെ ഒരു ആക്ഷൻ കാണിച്ചു. എന്നിട്ട് സോഫയിൽ ഇടിച്ചു. അത് തെറ്റ് തന്നെയാണ്. അത് പുള്ളി ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അതിന്റെ പേരിൽ വിഷമിച്ചിരിക്കുന്നുമുണ്ട്. ഒരു കാര്യവുമില്ലാതെ ബഹളം വെക്കുമ്പോൾ ഫ്രസ്ട്രേറ്റഡ് ആവും ആളുകൾ. അത് മനുഷ്യ സഹജമാണ്. അപ്പൊ ഇത് ഞാൻ അങ്ങനെ കാണുന്നുള്ളൂ. വലിയ തെറ്റൊന്നും അല്ല ഇത്. ഇതിലും വലിയ പരിപാടികൾ കാണിച്ച ആളുകളൊക്കെ ഉണ്ട്. മിഡിൽ ഫിംഗർ പച്ചയ്ക്ക് കാണിച്ച് F മഴ പെയ്ച്ച ആളുകൾ വരെ ഉണ്ടായിട്ടുണ്ട് മുൻ സീസണുകളിൽ. അവരെയൊക്കെ ലാലേട്ടൻ എന്താ പറയാ ജസ്റ്റ് ഒന്ന് ഗ്രില്ല് ചെയ്തിട്ട് പോവുകയാണ് ചെയ്തത്. അപ്പൊ ബിഗ് ബോസ് ഇതിന് ശക്തമായ താക്കീതൊക്കെ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ കോമഡി. ബിഗ് ബോസിന് മനസ്സിലായി സീൻ എന്താണ് എന്നുള്ളത്. എനിക്കൊരു വെണ്ടക്കയും മനസ്സിലായിട്ടില്ല എന്നത് ഞാൻ ഓപ്പൺ ആയിട്ട് പറയാം. നമ്പർ എന്ന വാക്കിന് എന്തുവാണ് കൊണോട്ടേഷൻ ഉള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ സോഫയിൽ ഇടിക്കുന്നത് എന്തോന്ന് ഗസ്റ്റർ, അതിലും എന്തോന്ന് കൊണോട്ടേഷൻ. പ്രൊവോക്കായി, ഫ്രസ്ട്രേറ്റഡ് ആയി, ദേഷ്യപ്പെട്ടു. അതല്ലേ ഈ ഗെയിം, അതല്ലേ ഈ ഷോ. ആളുകളും ബിഗ് ബോസും ഒക്കെ ഇത്രയ്ക്ക് സെൻസിറ്റീവ് ആവാൻ തുടങ്ങുമ്പോൾ അവിടെ ഉള്ളവരും നമ്മളും വിചാരിക്കേണ്ടത് എന്താണ്? ഷോ നിർത്തി വെക്കാൻ ബിഗ് ബോസിന് പ്രഷറുണ്ട്. അത്രേ ഉള്ളൂ കാര്യം. 3rd വീക്കിൽ ഫിസിക്കൽ അസോൾട്ടും പിന്നെ കോടതിയിലെ ഹർജിയും കമ്മ്യൂണിറ്റി പരാമർശവും ഇതെല്ലാമായിട്ട് വലിയ മുതലാളി വളരെ എന്താ പറയാ ആകെ മൊത്തം ആപ്പില് പെട്ടിരിക്കുകയാണ്. സെൻസിറ്റീവ് ആയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്പർ എന്ന വാക്കിനെ വരെ കൊണോട്ടേഷൻ ഉള്ള ഒരു വാക്കാക്കി മാറ്റിയിരിക്കുന്നു ഈ ഒരു ഷോ. അതിനോടൊന്നും ഞാൻ യോജിക്കുന്നില്ല. എനിക്ക് ഒട്ടും യോജിക്കാനും പറ്റത്തില്ല. അവനൊരു നമ്പർ ഇട്ടു എന്നൊക്കെ വളരെ കൊളോക്കിയലായിട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അതിലെന്തുവാടെ വേറെ മീനിങ് ഉള്ളത് അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുവാണ്. മേക്കേഴ്സ് ഇത്രയും സെൻസിറ്റീവ് ആവുന്നതിലും നല്ലത് പൂട്ടിക്കെട്ടി പോകുന്നത് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആ ഒരു ലെവലിലേക്ക് എത്തിയിരിക്കുന്നു കാര്യങ്ങൾ. മറ്റൊരു അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.